ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കട്ട്ലറ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 150 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ ആണ്. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 ചെറിയ പച്ചമുളകും പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തതാണ്. തൊലിയൊക്കെ മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ബ്രെഡ് ക്രംസ് വേണം, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും വേണം. അപ്പോൾ ഫസ്റ്റ് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചിക്കൻ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇനി ഇത് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ചിക്കൻ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഒരു ചെറിയ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് ശരിക്കും അടിയാൻ പാടില്ല. ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം. റിവേഴ്സായിട്ട് ഇതുപോലെ 2 പ്രാവശ്യം അടിച്ചാൽ മതി. ഇതുപോലെ വേണം. ഇനി നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത പാനിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല ക്രിസ്പി ആക്കി എടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, ഇപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്. ഇപ്പോൾ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇത് ബൗളിലേക്ക് മാറ്റാം. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പൊരിച്ച് കഴിഞ്ഞിട്ട് പിച്ച് ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ചെയ്താൽ കട്ട്ലേറ്റിന് ടേസ്റ്റ് കൂടും. ഇനി കട്ട്ലേറ്റിന് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് വേപ്പിലയും ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കി ഇടണം. ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സവാളയൊക്കെ നന്നായിട്ട് വാടണം. നല്ല ബ്രൗൺ കളർ ആവണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി കളറൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറണം. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കിഴങ്ങും സവാളയൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനി ഒന്ന് ചെറുതായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് ബോൾസ് ആക്കി എടുക്കണം. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുഴച്ച് ബോൾസ് ആക്കി എടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കുഴക്കാനായിട്ട്. ചിക്കനൊക്കെ എല്ലായിടത്തേക്കും ഒന്നാക്കി കുഴച്ചെടുക്കാം.
ഇപ്പോൾ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോൾസ് എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ മുട്ടയിൽ നന്നായിട്ട് ആക്കി കൊടുക്കാം. ഫുള്ള് മുട്ടയിൽ കവർ ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. എന്നിട്ട് ബ്രെഡ് ക്രംസിലും നന്നായിട്ട് കവർ ചെയ്യാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ കട്ട്ലേറ്റും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആവണം. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നവരെ ബൈ.